പാലക്കാട് വടക്കഞ്ചേരിയിൽ ഓർത്തഡോക്സ് വിഭാഗത്തിന് പള്ളി ഏറ്റെടുത്ത് നൽകാനുള്ള പോലീസ് ശ്രമം ഇന്നും പരാജയപ്പെട്ടു. പള്ളികൾക്ക് മുമ്പിൽ യാക്കോബായ വിഭാഗത്തിലെ വിശ്വാസികൾ നടത്തിയ പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് പിൻവാങ്ങി. പ്രതിഷേധത്തിനിടെ ചെറുകുന്നം പള്ളിയിലെ വൈദികൻ കുഴഞ്ഞു വീണു. യാക്കോബായ വിഭാഗത്തിന് കൈവശമുള്ള ചില പള്ളികൾ ഓർത്തഡോക്സ് വിഭാഗത്തിന് അവകാശപ്പെട്ടതാണെന്ന് സുപ്രീം കോടതി വിധിച്ചിരുന്നു. സംഘർഷങ്ങളില്ലാതെ പള്ളികൾ ഓർത്തഡോക്സ് വിഭാഗത്തിന് ഏറ്റെടുത്തു നൽകാൻ പോലീസിന് കോടതി നിർദ്ദേശവും നൽകി. എന്നാൽ പാലക്കാട് വടക്കഞ്ചേരിയിൽ ഇന്നും പള്ളികൾ ഓർത്തഡോക്സ് വിഭാഗത്തിന് ഏറ്റെടുത്തു നൽകാനുള്ള പോലീസ് നീക്കം പരാജയപ്പെട്ടു. തർക്കത്തെ തുടർന്ന് 25 വർഷമായി അടച്ചിട്ടിരുന്ന ചെറുകുന്നം പള്ളിയുടെ താക്കോൽ RDO സുപ്രീം കോടതി വിധി പ്രകാരം ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറിയതാണ്. പള്ളി ഏറ്റെടുക്കാൻ ഓർത്തഡോക്സ് വിഭാഗം വരുന്നതറിഞ്ഞ് യാക്കോബായ വിശ്വാസികൾ സംഘടിച്ച് പ്രതിഷേധിക്കുകയായിരുന്നു. പോലീസ് ബലം പ്രയോഗിച്ചിട്ടും ടിയർ ഗ്യാസ് ഉപയോഗിച്ചിട്ടും യാക്കോബായ വിഭാഗക്കാർ പള്ളിക്ക് മുന്നിൽ നിന്നും പിന്മാറിയില്ല. പ്രതിഷേധത്തിനിടെ യാക്കോബായ വിഭാഗത്തിലെ വൈദികൻ രാജു മാർക്കോസ് ഉൾപ്പെടെ നിരവധി പേർ കുഴഞ്ഞു വീണു. തങ്ങൾ പരമ്പരാഗതമായി കൈവശം വെച്ചിരിക്കുന്ന പള്ളി വിട്ടുനൽകില്ലെന്ന നിലപാടിലാണ് യാക്കോബായ വിശ്വാസികൾ. ഞങ്ങളുടെ വിശ്വാസത്തിനെതിരായി ഞങ്ങളുടെ പിതാക്കന്മാർ പടുത്തുയർത്തിയ ദേവാലയം വിട്ടുകൊടുത്തുകൊണ്ട് ഒരു കോംപ്രമൈസിന് ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ ഞങ്ങളുടെ വിശ്വാസത്തെ ഹനിച്ചുകൊണ്ട് പുറകോട്ട് പോയിരിക്കുന്ന കാലുമാറിയിരിക്കുന്നവരോട് ചേരാൻ ഞങ്ങൾ സന്നദ്ധരല്ല. അതിന് എന്തു വന്നാലും ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ ഇവിടെ നിന്ന് മാറൂല. കൊല്ലുവാനും ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് ഇവിടെ അടക്കി വെച്ച് പോക്കോളൂ. അവർ ഞങ്ങൾ മാറൂല. നമുക്ക് ഒന്നിച്ച് പോവാം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ വേണ്ടെങ്കിൽ 2-2 അങ്ങനെ നമുക്ക് പോവാം. പക്ഷെ അവരൊന്നും തയ്യാറില്ല. ഞങ്ങൾക്ക് ഇത് മൊത്തം കിട്ടണം പറഞ്ഞിരുന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ അവസാനത്തെ തുള്ളി രക്തം വരെയും ഈ അവകാശത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ ഭരണഘടന ഞങ്ങൾക്ക് ഈ രാജ്യത്തെ പൗരന്മാർക്ക് നൽകുന്ന മൗലിക അവകാശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പോരാടും. നിലവിലെ സാഹചര്യം കോടതിയെ അറിയിക്കുമെന്നും കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും തുടർ നടപടികളെന്നും സ്ഥലത്തെത്തിയ ആലത്തൂർ ഭൂരേഖ തഹസിൽദാർ R. മുരളീമോഹൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് പ്രകാരം സമാധാനപരമായിട്ട് കൈമാറ്റമാണ് കോടതി ഉത്തരവ് കൃത്യമായി പരാമർശിച്ചിരിക്കുന്നത്. അതിന് ശ്രമം നമ്മൾ നടത്തി. പക്ഷേ യാക്കോബായ വിഭാഗത്തിൽ നിന്നും കനത്ത ചെറുത്തുനിൽപ്പും അവർ ബലപ്രയോഗിക്കാതെ അവരെ മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ് അവസ്ഥ. ബലപ്രയോഗം നടത്താതെ ഒഴിപ്പിക്കാൻ കഴിയില്ല എന്ന് പോലീസിനും റവന്യൂവിനും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് നിലയിൽ എനിക്കും ബോധ്യമായി. അതുകൊണ്ട് തൽക്കാലം നടപടി അവസാനിപ്പിക്കുക. മംഗലം എരിക്കുംചിറ പള്ളികൾ ഏറ്റെടുക്കുന്നതിനെതിരെയും ഇന്ന് പ്രതിഷേധമുണ്ടായി. സുപ്രീം കോടതി വിധി ഉണ്ടായിട്ടും പോലീസ് തങ്ങൾക്ക് മതിയായ സംരക്ഷണം നൽകുന്നില്ലെന്നും ഇക്കാര്യങ്ങൾ കോടതിയെ അറിയിക്കുമെന്നും ഓർത്തഡോക്സ് വിഭാഗവും പറഞ്ഞു. റിപ്പോർട്ടർ, പാലക്കാട്.